നമസ്കാരം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗത്തിൽ വലിയ വർധനയാണ് സമീപകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പലർക്കും ക്രെഡിറ്റ് കാർഡ് എങ്ങനെ മികച്ച രീതിയിൽ ഉപയോഗിക്കണമെന്ന് അറിയില്ല. ക്രെഡിറ്റ് കാർഡിന്റെ ന്യായമായ ഉപയോഗം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ആളുകൾ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് അത്യാവശ്യമുള്ളതും അല്ലാത്തതുമെല്ലാം വാങ്ങിക്കൂട്ടുന്നതിന്റെ ഒരു പ്രധാന കാരണം 50 ദിവസം വരെ പലിശരഹിത ക്രെഡിറ്റ് കാലയളവ് ലഭിക്കും എന്നതിനാലാണ്. എന്നാൽ തിരിച്ചടവ് വൈകിയാൽ ലേറ്റ് ഫീ ഉൾപ്പെടെയുള്ള അധിക ചാർജുകൾ നൽകേണ്ടി വരുമെന്ന കാര്യം ഓർമ്മിക്കേണ്ടതാണ്. ഒരാളുടെ പരിധിക്കപ്പുറം ചെലവഴിക്കുകയും നിശ്ചിത തീയതിക്കകം മിനിമം ബാലൻസ് അടയ്ക്കാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ ലേറ്റ് പേയ്മെന്റ് ചാർജുകൾ ഈടാക്കും. മൊത്ത കുടിശ്ശിക അടിസ്ഥാനമാക്കിയാണ് ലേറ്റ് പേയ്മെന്റ് ഫീസ് ഈടാക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് 2000 മൊത്ത കുടിശ്ശിക ഉണ്ടെങ്കിൽ 100 രൂപ ലേറ്റ് ഫീ ആയി ചാർജ് ചെയ്യും. എന്നാൽ 25,000 രൂപ വരെയുള്ള കുടിശ്ശികയ്ക്ക് 1000 രൂപ വരെ ലേറ്റ് ഫീ ചുമത്താം. അതുകൊണ്ട് തന്നെ നിശ്ചിത തീയതിക്കകം ഏറ്റവും മിനിമം ബാലൻസ് എങ്കിലും അടച്ചാൽ ലേറ്റ് ഫീ ഒഴിവാക്കാം. അതേസമയം അടയ്ക്കാത്ത ബാലൻസ് തുകയ്ക്ക് ഫിനാൻസ് ചാർജുകൾ ബാധകമായിരിക്കും. മൊത്തം കുടിശ്ശികയിൽ മിനിമം തുക അടച്ചാൽ മതിയെന്നാണ് മിക്ക കാർഡ് ഉടമകളും കരുതുന്നത്. എന്നാൽ നിങ്ങൾ മൊത്തം കുടിശ്ശികയേക്കാൾ കുറഞ്ഞ തുക അടയ്ക്കുമ്പോൾ ഫിനാൻസ് ചാർജ് ഈടാക്കുന്നതിനെ പറ്റി പലരും ചിന്തിക്കാറില്ല. 20% മുതൽ 44% വരെ കാർഡ് അനുസരിച്ച് ഫിനാൻസ് ചാർജ് ഈടാക്കാറുണ്ട്. ക്രെഡിറ്റ് കാർഡുകളുടെ അച്ചടക്കത്തോടെയുള്ള ഉപയോഗം ഉറപ്പാക്കാൻ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിശ്ചിത തീയതിക്കകം തിരിച്ചടയ്ക്കാൻ കഴിയുന്നത്ര തുക മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചിലവഴിക്കണം. മിനിമം തുക മാത്രമല്ല, ക്രെഡിറ്റ് കാർഡ് കുടിശ്ശിക പൂർണ്ണമായും നിശ്ചിത തീയതിക്ക് മുമ്പ് അടച്ചു തീർക്കണം. കുടിശ്ശിക തുക കൂടുതലാണെങ്കിൽ അത് EMI-കളാക്കി മാറ്റി മാസങ്ങൾക്കുള്ളിൽ അടച്ചു തീർക്കുക. പണം പിൻവലിക്കാനായി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കരുത്. കാരണം പണം പിൻവലിക്കലിന് പലിശരഹിത കാലയളവ് ബാധകമല്ല. ലഭ്യമായ മുഴുവൻ ക്രെഡിറ്റ് ലിമിറ്റും ഉപയോഗിക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് മാത്രമല്ല, ഭാവിയിൽ ക്രെഡിറ്റ് നേടുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടതും ചെയ്യേണ്ടതും. അതേസമയം യെസ് ബാങ്ക്, NPCI എന്നിവ ചേർന്ന് പുതിയൊരു ക്രെഡിറ്റ് കാർഡ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചിരുന്നു. യെസ് ബാങ്ക് റിയോ റുപ്പേ ക്രെഡിറ്റ് കാർഡ് എന്നാണ് ഈ കാർഡിന് പേര്. ആജീവനാന്ത സൗജന്യമാണ് ഈ കാർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഈ കാർഡ് എടുക്കുന്നതിന് ഒരു പൈസ പോലും ചിലവാക്കേണ്ടതില്ല. 21 മുതൽ 60 വയസ്സ് വരെയുള്ള ജോലി ചെയ്യുന്നവർക്കോ സ്വന്തമായി ബിസിനസ് ഉള്ളവർക്കോ ഈ കാർഡ് ലഭ്യമാകും. അപേക്ഷിക്കുന്ന വ്യക്തിയുടെ മാസ ശമ്പളം കുറഞ്ഞത് 25,000 രൂപയോ വാർഷിക ആദായ നികുതി റിട്ടേൺസ് 5 ലക്ഷം രൂപയോ ആയിരിക്കണം. എന്നാൽ നിലവിലുള്ള യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് ഈ കാർഡിന് അപേക്ഷിക്കാൻ കഴിയില്ല. ഈ കാർഡ് ആജീവനാന്ത സൗജന്യമാണെങ്കിലും ചില പ്രത്യേക ഇടപാടുകൾക്ക് ചെറിയ ഫീസുകൾ ഈടാക്കും. ഉദാഹരണത്തിന്, ഒരു മാസത്തിൽ 15,000 രൂപയിൽ കൂടുതൽ യൂട്ടിലിറ്റി പേയ്മെന്റുകൾക്ക് 1% ഫീസ് ഈടാക്കും. അതുപോലെ വിദ്യാഭ്യാസ ഫീസ്, ഇന്ധന ഇടപാടുകൾ എന്നിവയ്ക്കും ചെറിയ ഫീസുകൾ ഈടാക്കുന്നുണ്ട്.